ഡി ഏപ്രിൽ 1 തൊട്ട് പുതിയ മാറ്റങ്ങളൊക്കെ വരാൻ പോകുന്ന കേട്ടല്ലോ, ശരി തന്നെ? അതെ, ടാക്സ്, ട്രാവൽ, പേയ്മെന്റ് എല്ലാം മാറാൻ പോവാ. ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ എങ്ങനെ? ന്യൂ ഇൻകം ടാക്സ് ആക്ട് 2025 സ്റ്റാർട്ട് ചെയ്യാൻ പോവാ. 12 ലക്ഷം വരെ പ്രതിമാസം വരുമാനമുള്ളവർക്ക് സീറോ ടാക്സ് ആയിരിക്കും. അല്ല, ഇനി തൊട്ട് ഓൺലൈൻ പേയ്മെന്റ് ഒക്കെ സേഫ് ആയിരിക്കും? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 2-factor authentication മാൻഡേറ്ററി ആക്കാൻ പോവാ. ഇനി മുതൽ OTP മാത്രം പോരാ. അല്ല, പാൻ കാർഡ് കിട്ടാൻ ഈസി ആയിരിക്കും ഇതിനോട്ട്? അല്ലല്ല, ആധാർ മാത്രമല്ല എക്സ്ട്രാ ഡോക്യുമെന്റ്സ് ആവശ്യമുണ്ട്. PF എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവും? 7.5 ലക്ഷം രൂപ വരെയുള്ള എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഇനി ടാക്സബിൾ ആയിരിക്കും. ഞാൻ F&O ട്രേഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കെയർഫുൾ ആയിരിക്കണം. STT ടാക്സും കൂട്ടിയിട്ടുണ്ട്. ഈ ഗോൾഡ് ബോണ്ടിന്റെ കാര്യത്തിൽ എങ്ങനെയാ, എന്തെങ്കിലും മാറ്റമുണ്ടോ? സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഇനി മുതൽ സോവേറിയൻ ഗോൾഡ് ബോണ്ട് വാങ്ങുന്നവരും ടാക്സ് അടയ്ക്കേണ്ടതുണ്ട്. ട്രെയിൻ ടിക്കറ്റ് ക്യാൻസലേഷൻ? 8 മണിക്കൂറിന് മുമ്പെയുള്ള പുറപ്പെടലിന് ഇനി ഇന്ത്യൻ റെയിൽവേ ഫുൾ ക്യാൻസലേഷൻ ഫീസും തിരിച്ചു തരും. അല്ല, ഈ ടോൾ ബൂത്തില് എനിക്ക് ക്യാഷ് കൊടുത്തിട്ട് ടോൾ കടക്കാൻ പറ്റുമോ? അല്ല, ഫാസ്ടാഗും UPI മാത്രമേ അലോഡ് ഉള്ളൂ. ഇതൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണല്ലോ. ആൾക്കാർ ഇത് അറിഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇപ്പോൾ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ. Bosswala. Be the boss.